പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ ജീവിതത്തിൽ ചില പാപങ്ങൾ നമുക്കിങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ട്. എനിക്ക് ചില പാപങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. ചില സെക്ഷൽ സിൻസ് ആയിരിക്കാം, ദേഷ്യപ്പെടുന്നതായിരിക്കാം. ഈ പാപങ്ങൾ എന്നെ ഇങ്ങനെ പിടിച്ച് മുറുക്കുവാണ്. കർത്താവ് എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമവും, പക്ഷേ അകത്തൊരു ആഗ്രഹവും, ഈശോ എനിക്ക് നിന്നിലേക്ക് വരണം, എനിക്ക് പാപം ഉപേക്ഷിക്കണം, എന്നിലേക്ക് കരുണ ചൊരിയണേ ദൈവമേ എന്നൊരു ഉള്ളിലൊരു വേദന ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും രക്ഷിക്കാനായിട്ട്, നമുക്കെല്ലാവർക്കും കർത്താവിനെ അനുഭവിക്കാനായിട്ട്, നമ്മുടെ ഉള്ളിലോട്ട് കൃപയുടെ ഒരു വലിയ ചാല് തന്നെ ഒടുക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുവാണ്. ഇത് നടക്കാൻ പോകുന്നത് ഏപ്രിൽ 12-ാം തീയതിയാണ്. ഏപ്രിൽ 12-ാം തീയതി കരുണയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. ഫൗസ്റ്റിന ഡയറിക്കകത്ത് പറഞ്ഞ കാര്യമുണ്ട്, ഇത് എങ്ങനെ ഒരുങ്ങണമെന്ന് പറയുന്ന കാര്യമുണ്ട്. കരുണയുടെ തിരുനാളിന് മുൻപായി 9 ദിവസത്തേക്ക് കരുണക്കൊന്ത ചെല്ലുവാൻ ദൈവം എന്നോട് ആവശ്യപ്പെട്ടു. ദുഃഖ വെള്ളിയാഴ്ച അത് തുടങ്ങും. ഈ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ കൃപാവരങ്ങളും ഞാൻ ഒഴുക്കും. ബാക്കി പറയുവാണ്, എൻ്റെ മകളെ, എൻ്റെ അഗ്രാഹ്യമായ കരുണയെപ്പറ്റി സമസ്ത ലോകത്തോടും പറയുക. എല്ലാ ആത്മാക്കളും, പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ ദിവസം എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദ വരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും. അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പൊറുതി ലഭിക്കും. അന്നേ ദിവസം ദൈവിക പ്രസാദവരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും. ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ്. എൻ്റെ നിത്യതയോളം അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് നിങ്ങളോടുള്ള വാത്സല്യത്തിൽ നിന്നാണ് കരുണയുടെ തിരുനാൾ ഉത്ഭൂതമായത്. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഇത് സാഘോഷം കൊണ്ടാടണമെന്നതാണ് എൻ്റെ അഭിലാഷം. നന്മമരത്തിൽ കഴിഞ്ഞ 1 മാസമായിട്ട് ഈ തിരുനാളിനോട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് കരുണയുടെ ഫസ്റ്റിൻ്റെ ഡയറിയൊക്കെ വായിച്ച് പഠിച്ച് ഒരുങ്ങിക്കൊണ്ട് എല്ലാ ദിവസവും രാത്രി 10 മണിക്ക് ഇങ്ങനെ പഠനങ്ങളൊക്കെ കേട്ട് പ്രാർത്ഥിച്ച് ഡെലിവറൻസ് കിട്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളതിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കയറുക. ലാസ്റ്റ് ലാപ്പ് നാളെ സ്റ്റാർട്ട് ചെയ്യും. നാളെ ദുഃഖ വെള്ളിയാഴ്ച ലാസ്റ്റ് ലാപ്പ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ 12 ദിവസം കൂടെ കരുണയുടെ നൊവേനകളൊക്കെ ചൊല്ലി ആ വലിയ തിരുനാളിലേക്ക് 12-ാം തീയതിയിലേക്ക് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇത് കൂടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇത് കൂടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ഈശോ എനിക്ക് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, എൻ്റെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടണം, എനിക്ക് ഈശോയിലേക്ക് എത്തണം, പാപങ്ങളെ വെറുക്കണം, ഈശോ എന്നിലേക്ക് കരുണ ചെയ്യണേ എന്നൊരു ഉള്ളിലൊരു ഭയങ്കര തേങ്ങലുണ്ടെങ്കിൽ നിങ്ങൾ റെഡി ആയിക്കോ. നാളെയാണ് ദിവസം. നാളെ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ നാളെയല്ല, ഈ ദുഃഖ വെള്ളിയാഴ്ച നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം നിങ്ങളുടെ മനസ്സിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോയുടെ കൂടെ പോകുന്നൊരു നമ്പറുണ്ട് മൊബൈൽ. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ഉറപ്പായിട്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി ലിങ്ക് കിട്ടും. നമ്മൾ ഒരുമിച്ച് ദുഃഖ വെള്ളിയാഴ്ച മുതൽ കരുണയുടെ നൊവേന ചൊല്ലി ആ ദൈവകരുടെ തിരുനാളിൽ നമ്മൾ ഒരുങ്ങും. ഉറപ്പായിട്ടും നമുക്ക് ഈശോയുടെ കരുണ അതിനുവേണ്ടി നമ്മൾ കൊതിക്കണം. ഏപ്രിൽ 12-ാം തീയതി നമ്മുടെ ജീവിതത്തിലെ ഒരു പുനർജന്മമായിട്ട് മാറട്ടെ. ഈശോയിലേക്ക് അടുക്കുന്ന ഒരു ശക്തമായ ദിവസമായിട്ട് ഏപ്രിൽ 12 മാറട്ടെ. ആമീൻ.